ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ് കേട്ടോ. സുധിയാണ് പൈസ മോഷ്ടിച്ചതെന്ന് എല്ലാവരും അറിയാണ്. സുധിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടുന്നുണ്ട്. സുധീനെ തേടി വന്ന ആളെ കാണുമ്പോൾ സുധി പറയും, കയറി ഇരിക്കൂ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ വന്നേ ചോദിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നില്ലേ ചോദിക്കുമ്പോൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫോണിൽ അയച്ചിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ നേരിട്ട് വന്നത് ചോദിക്കും. അപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി നിങ്ങൾ ക്യാഷ് കൊണ്ടുവന്ന കവറും പിന്നെ 3000 രൂപ നിങ്ങളുടെ ID പ്രൂഫൊക്കെ മറന്നു വെച്ചിട്ടാണ് വന്നത്, അപ്പോൾ അത് തിരിച്ചു തരാൻ വന്നതാന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛൻ ചോദിക്കും, എന്താ കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛൻ ഞങ്ങൾ ഹണിമൂണ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിരുന്നു അതാണെന്ന് പറയും. അങ്ങനെ ആ കവർ പുറത്തേക്ക് എടുക്കുമ്പോൾ ആ കവർ സച്ചി മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ സച്ചിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ആ 1 ലക്ഷം രൂപ കിട്ടിയ കവറാണെന്നുള്ളത്. അപ്പോൾ സച്ചി വേഗം തന്നെ വന്നിട്ട് സുധിയുടെ കയ്യിൽ നിന്ന് ആ കവർ തട്ടിപ്പറിച്ച് വാങ്ങും. അപ്പോൾ സുധിയാണെങ്കിൽ അത് കൊടുക്കാനും സമ്മതിക്കുന്നില്ല. അങ്ങനെ അത് സച്ചിയുടെ കൈകളിലേക്ക് വന്ന് വീഴും കേട്ടോ. അങ്ങനെ സച്ചി പറയും, അച്ഛന് ഈ കവർ കണ്ട ഓർമ്മയുണ്ടോ ചോദിക്കും. അപ്പോൾ രവിക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്, പക്ഷേ രവി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഈ കവറിലാണ് അച്ഛൻ ആ മധുസൂദനന് 1 ലക്ഷം രൂപ തന്നത്. ഇതാണ് അച്ഛൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവനാ മോഷ്ടിച്ചതെന്ന് മനസ്സിലായില്ലേ, എനിക്ക് അപ്പളേ അറിയായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സുധി ആകെ ഞെട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്ക് ആകെ ടെൻഷനാവും, ഇവനടുത്തതെന്ന് അറിയുമ്പോൾ ആകെ ടെൻഷനാവും. അങ്ങനെ രവി വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, ശ്രുതി നീയാണോ ഈ പൈസ എടുത്തത് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഞാനൊന്നല്ല, ഞാൻ എടുത്തിട്ടില്ലേ ശ്രുതി, അതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നതെന്ന് എനിക്ക് അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കും. അപ്പോൾ വേഗം വന്നിട്ട് അച്ഛൻ ഒറ്റ അടി കൊടുക്കുകയാണ് ശ്രുതിയുടെ മുഖത്തേക്ക്. അപ്പോൾ വേഗം എല്ലാവരും കൂടി പിടിച്ചു മാറ്റുക. അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് അഭിനയം തുടങ്ങുകയാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുക, 2 കൈ വെച്ചിട്ട് തലയ്ക്ക് അടിക്കുക. അപ്പോൾ എന്ത് പറ്റി എന്താ ചോദിക്കുമ്പോൾ, ഞാനാണ് അവൻ ആ പൈസ കൊടുത്തത്, ഞാൻ ആ കാര്യം മറന്നു, എനിക്കിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ തലവേദന വരും, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും മറക്കുകയാണ് ചന്ദ്രേട്ട, അല്ല രവിയേട്ട, സോറി, ഞാൻ തന്നെ അവനാ പൈസ കൊടുത്തത്, അവന് ശമ്പളം കിട്ടാൻ വൈകും, ടിക്കറ്റ് എടുക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാ കൊടുത്തതെന്നൊക്കെ പറയും. അപ്പോൾ രവി ഇങ്ങനെ മനസ്സിലാവും ഇത് കള്ളത്തരാണെന്ന്. എന്നാലും രവി പറയും, അപ്പോൾ നിനക്ക് നിൻ്റെ തെറ്റ് മനസ്സിലായില്ലേ, നീ ഇവരേനെ എന്തൊക്കെയാണ് പറഞ്ഞത്, നീ ചെന്നിട്ട് അവരോടും രേവതിയുടെ വീട്ടുകാരോടും മാപ്പ് പറയാൻ പറയും. അപ്പോൾ ചന്ദ്ര, ഞാൻ പറയാം, ഞാൻ ചെയ്തത് തെറ്റ്, എൻ്റെ ഭാഗത്തെ തെറ്റെന്ന് പറഞ്ഞിട്ട് അവരോട് ചെന്ന് മാപ്പ് പറയണം. ചന്ദ്രമതി പറയും, സോറി, ഞാൻ അറിയാതെ, എന്നോട് ക്ഷമിക്കണം മോനെ, ശരത്ത് നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ദേവും അതുപോലെ രേവതിയുടെ അമ്മയൊക്കെ ചന്ദ്രമതിനെ കുറേ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും ഇല്ലാത്തവരെ വെച്ചിട്ട് ഞങ്ങളെ എന്തു പറയാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ മകനല്ലേ കള്ളനായത്, എൻ്റെ മകനല്ല, എൻ്റെ മകനെ കള്ളത്തരം പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളാണ് നിങ്ങളുടെ മകനെ കള്ളത്തരം പഠിപ്പിച്ചത് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ എല്ലാതും കേട്ട് നിൽക്കുക. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രേവതി ഉള്ളിലേക്ക് കയറി പോവും, അച്ഛനും അതുപോലെ രേവതിയുടെ വീട്ടുകാരൊക്കെ സ്വന്തം വീട്ടിലേക്കും പോവുകയാണ്. അങ്ങനെ നമ്മുടെ സുധിയോട് അമ്മ പറയും, ചന്ദ്ര പറയും, നീ വേഗം തന്നെ എൻ്റെ റൂമിലേക്ക് വായോ എന്ന് പറയും. അങ്ങനെ റൂമിലേക്ക് ചെന്നതിന് ശേഷം സുധി വേഗം തന്നെ വാതിലടക്കുകയാണ്. അങ്ങനെ സുധിക്ക് കുറേ അടി കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി. നീ എന്നോട് തന്നെ ഈ ചതി ചെയ്തുല്ലോടാ, നമ്മളെക്കാട്ടി എത്ര താഴെ നിൽക്കണം അവരോട് എനിക്ക് മാപ്പ് പറയേണ്ടി വന്നു, അവരുടെ മുന്നിൽ ഞാൻ തല കുണിച്ച് നിൽക്കേണ്ടി വന്നു, ഒക്കെ നീ കാരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അടിക്കും. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.